അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ആയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചെല്ലിയാൽ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു അമല് വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതെന്താണെന്നറിയോ? പരിശുദ്ധമായിട്ടുള്ള ഒരു നബിയുടെ പേരിലേ നിങ്ങൾക്ക് ഒരു തവണ ഒരു ഫാത്തിഹ ഓതാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകൂലേ, ആ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് റെഡിയായി കിട്ടും. അത്രയും എഫക്റ്റീവാണ് ഈ ഒരു അമലിന്, വളരെയധികം ശ്രേഷ്ഠമാണ്. ഈ ഒരു മഹാൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹാൻ്റെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ടുള്ള ആ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇനി ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഈ ഒരു അമല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളത് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മളുടെ ഈ ഒരു പവിത്രമാക്കപ്പെട്ട റമദാൻ നമ്മളോട് വിട പറഞ്ഞൊരുങ്ങുന്ന ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ച രാവും പകലുമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് കഴിയുന്നൊരു സമയമെടുത്ത് പരിശുദ്ധമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയാണ് ഓതേണ്ടത്. അപ്പോൾ ഈ ഒരു ഫാത്തിഹ സൂറത്ത് ഒരു തവണ ഓതാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് മെനക്കെട്ടിട്ട് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ഈ ഒരു ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഈ ഒരു ആവശ്യത്തെ നേടിത്തരണം എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ പറച്ചിൽ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല തട്ടിക്കളയൂലാട്ടെ. കാരണം ഈ ഒരു മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു വാക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അവിടുത്തെ ആ ഒരു പറച്ചിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്ത് നോക്കിക്കോളി. റസൂലിനോടുള്ള ഒരു ഭയഭക്തിയും ബഹുമാനവും കണക്കിലെടുത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുറാദിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് ഏതാണെന്ന് വേഗത്തിൽ തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടല്ലോ, ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണല്ലേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്കും ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അതേപോലെ തന്നെ വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിൽ ഒരുപാട് ആളുകൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയില്ല നമ്മൾ ഇന്നാണോ നാളെയാണോ മരിക്കാമെന്നൊന്നുമില്ലേ. അടുത്ത വർഷം റമദാനിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ ഒരു റമദാൻ മാസം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഈ ഒരു റമദാൻ മാസത്തിൽ നോമ്പും നോറ്റി ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കട്ടെ. നമ്മൾക്ക് എതിരായിട്ട് ഈ ഒരു റമദാൻ മാസം സാക്ഷി പറയാതിരിക്കട്ടെ. നമ്മളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ഇന്ന് ഖബറിലാണ്. നമ്മളുടെ ഉപ്പമാർ, ഉമ്മമാർ, ഉസ്താദുമാർ, അതേപോലെ തന്നെ നമ്മളുടെ ഉപ്പപ്പന്മാർ, ഉമ്മമ്മമാർ, നമുക്ക് വേണ്ടപ്പെട്ട ഉറ്റവർ, ഉടയവർ എല്ലാവരും ഇന്ന് ഖബറിലാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ, ഈ ഒരു വെള്ളിയാഴ്ച പകലുകളിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർ ഒരു യാസീനോ ഒരു ഫാത്തിഹയോ കാത്തിരിക്കുന്നുണ്ടാവും. എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയിട്ടൊരു യാസീൻ ഓതും എന്ന് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മളുടെയൊക്കെ പടിവാതിൽക്കൽ ഇന്ന് അവരൊക്കെ എത്തുന്ന ദിവസമാണ്. കാരണം വെള്ളിയാഴ്ച രാവിലെ നമ്മളുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ റൂഹുകൾ, ആത്മാക്കൾ നമ്മുടെ പടിവാതിൽക്ക് വന്നിട്ട് നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും എല്ലാ കാര്യത്തിലും വിജയിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി ആ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതി ഇത് ചെയ്യാൻ. നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാക്കിയിട്ട് നമ്മൾ ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല അല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു നോമ്പ് നോച്ചിരിക്കുന്ന ഈ ഒരു റമദാൻ മാസത്തിൽ നമ്മളുടെ ഈ ഒരു അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5:30 to 6:30 നമ്മുടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം വളരെ ശക്തിയേറിയിട്ടുള്ള സമയമാണ്. നമ്മുടെ ദുആ ഏത് രീതിയിലാണോ റബ്ബിൻ്റെ അടുത്ത് പറയുന്നത് ആ രീതിയിൽ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ നൽകുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ആ ഒരു സമയം നമ്മൾ ഉമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ അടുക്കളയിൽ നല്ല പണിയിലായിരിക്കും അല്ലേ. അപ്പോൾ പണികളൊക്കെ കുറച്ച് നേരത്തെ ഒരുക്കി വെച്ചിട്ടേ ഈ ഒരു സമയം നിങ്ങൾ ദുആക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും.
നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരാനിരിക്കുന്ന സമയങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു, ഗ്യാസ് സിലിണ്ടറുകളൊന്നും കിട്ടാനില്ല, പാചകവാതക വില നന്നായിട്ട് കൂടുന്നുണ്ട്, പെട്രോളിൻ്റെ വില കൂടുന്നുണ്ട്. ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടും. ഒരുപാട് ഹോട്ടലുകളൊക്കെ പൂട്ടിത്തുടങ്ങി, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിത്തുടങ്ങി, ആളുകൾ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒരു റംസാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല അതൊക്കെ ഒന്ന് മാറ്റി തരട്ടെ. നമ്മളുടെ പ്രവാസ ലോകത്ത് നമ്മുടെ മുസ്ലിം ഉമ്മത്തീങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. എന്ത് ഇടങ്ങേറുകളാണെങ്കിലും എത്തരത്തിലുള്ള പ്രതിസന്ധികളാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു തആല അതൊക്കെ നീക്കി കൊടുക്കട്ടെ അല്ലേ. ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഓരോ മിനിറ്റും നൂറുകണക്കിന് കുഞ്ഞുങ്ങളും നൂറുകണക്കിന് ഉമ്മമാരുമാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ യുദ്ധം ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ മഹാൻ്റെ പ്രത്യേകത, ഇദ്ദേഹം മരണപ്പെട്ടിട്ടേ 800 വർഷത്തിന് ശേഷമാണ് ഈ ഒരു നബിയെ ഖബറടക്കിയിട്ടുള്ളത്. മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ഇവരുടെ വീട്ടുകാരും അതേപോലെ തന്നെ ഇവരുടെ നാട്ടുകാരും ആ ഒരു മരണപ്പെട്ട വ്യക്തിയെ, നബിയെ അവിടെ തന്നെ വെച്ചു. കാരണം എന്താണെന്നറിയോ? എന്തൊരു പ്രശ്നം കൊണ്ട് ഈ നബിയുടെ അടുത്തേക്ക് വരികയാണെങ്കിലും അതിന് പരിഹാരം ആ നബി കണ്ടിട്ടുണ്ടായിരുന്നു. റസൂല് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ഫാത്തിഹയോ അല്ലെങ്കിൽ ഒരു യാസീനോ ഓതി ഹദിയ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കാര്യത്തിന് ഉത്തരം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ 800 വർഷത്തിന് ശേഷം അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തരേ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നബിയെ കാണണോ? അവിടെയുണ്ട്, അദ്ദേഹം മരിച്ചിട്ട് 800 വർഷമായി എന്ന് പറഞ്ഞു തരേ. അപ്പോൾ അത് പറഞ്ഞേക്ക് സഹാബത്ത് പറഞ്ഞു തരേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗമുണ്ട്. ഇത് ഞങ്ങളുടെ റസൂല് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങളെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തരാം അവിടുന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൂമുത്ത് റസൂൽ പറഞ്ഞിട്ടുള്ള ആ ഒരു നബി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരാണ് ദാനിയേൽ നബി അലൈഹിസ്സലാം. ഈ നബിയുടെ പേരിലും അതേപോലെ തന്നെ നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ഞാൻ ഈ ഓതിയിട്ടുള്ള ഒരു ഫാത്തിഹയെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ, നിങ്ങൾ ഹദിയ ചെയ്ത് കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിലുള്ള മുറാദുകൾ ഈ നബിയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബെ എനിക്ക് സാധിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വീടപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റമദാൻ മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ ഒരു അമലിനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫലം നിങ്ങൾ കാണാതെ പോകില്ല. അത്രയും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അമലിനെ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ചെയ്ത് നോക്കാട്ടില്ലേ. വെള്ളിയാഴ്ച രാവും പകലും അല്ല, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു തവണ ചെയ്ത വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടും. അതേപോലെ തന്നെ 14 തവണ ഇത്തരത്തിൽ ഫാത്തിഹ സൂറത്ത് ഇവിടത്തേക്ക് ഓതുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടാകും. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ആളുകൾ ജപ്തി വരെ എത്തി നിൽക്കുന്ന ആളുകളുണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. എന്താണെങ്കിലും ഈ ഒരു മഹാൻ്റെ പേരിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണല്ലേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ പരസ്പരം എല്ലാവരെയും ദുആകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും തീർച്ചയായിട്ടും ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.